Good afternoon, all. Afternoon. Okay, kind of number the voice of care now. Afternoon. It's okay now. They learned out, they learned out. Okay, നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? എവിടെ വരെ എടുത്ത് നിർത്തിയത്? മെഡിസിൻ വരെയാണ് എടുത്ത് നിർത്തിയത് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ന്യൂക്ലിയർ മെഡിസിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. Nuclear medicine is a branch of a medical imaging that uses a small amount of radioactive materials to diagnose and ascertain the severity of or treat a variety of diseases, including many types of cancers, heart diseases, gastrointestinal and endocrine, and then neurological disorders and other abnormalities within the body. Okay. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ബോഡിയിലേക്ക് വരുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടേഴ്സിന് ജസ്റ്റ് ഒരു അല്ലെ പറയുന്ന ആ ഒരു ഡൗട്ടുകളുടെ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ വരുമ്പോൾ ചെറിയ രീതിയിൽ അല്ലെ, ചെറിയ അളവിലെങ്കിലും എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ കടത്തി വിട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഇമേജസ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ന്യൂക്ലിയർ മെഡിസിനിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടേഴ്സിന് എന്താണ് ലക്ഷണങ്ങളിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് കൃത്യമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് ചികിത്സ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നോക്കാം. ന്യൂക്ലിയർ യൂസസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ, ഔഷധ പദാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലാണ് അത് മനിലേക്ക് അല്ലെ ഹ്യൂമൻ ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ കടത്തിവിടുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആർ hypothyroidism, thyroid cancer, lymphomas, and bone pain from some types of cancer. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തില് അല്ലെ പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ വെച്ച് എളുപ്പത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലാണ് ന്യൂക്ലിയർ മെഡിസിന്റെ സഹായത്തോടു കൂടിയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിംഫോമസ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ആണ്. അതിന്റെ ബോൺ പെയിൻ അല്ലെ, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് ഈ ക്യാൻസറുകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ മെഡിസിന്റെ സഹായം ഉപയോഗിക്കേണ്ടി വരുന്നത്. Specially designed cameras allows doctors to track the path of these radioactive traces. തീർച്ചയായിട്ടും ഈ റേഡിയോആക്റ്റീവ് ട്രേസസ് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാം അവർക്ക് അതിലൂടെ ചെറിയ രീതിയിലുള്ള ക്യാമറാസും കൂടിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ഇമേജസ് കിട്ടിയിട്ട് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അതെന്താണ് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനായിട്ട്, എന്തിന്റെ ആയിരിക്കും എന്നുള്ള ഒരു കൃത്യത മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. For the most diagnostic studies in nuclear medicine, the radioactive tracer is administered to a patient by intravenous injection, single photon emission, computed tomography, or SPECT and
positron emission tomography or PET scanner are the two most common imaging modalities in nuclear medicines. Okay, രണ്ട് രീതിയിലുള്ള മെഡിസിൻ ഈ പറഞ്ഞ മാതിരിയുള്ള ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള രണ്ട് രീതിയിലുള്ള ഫോട്ടോഗ്രാഫികളുണ്ട്. അത് ഒന്ന് സ്പെക്ട്രും തന്നെ മറ്റൊന്ന് പെറ്റുമാണ്. അത് സാധാരണ രീതിയിൽ ഇൻട്രാവീനിയസ് അല്ലെ, നമുക്കറിയാം IV വഴി ഇഞ്ചക്ഷൻ കടത്തി വിട്ടിട്ടാണ് ഈ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് അവര് എടുക്കുന്നത്. ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അതിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ സ്പെക്ട്രും പെറ്റുമാണ് രണ്ട് രീതിയിലുള്ള സ്കാനേഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വെക്കുക. സ്പെക്ട് അതിന്റെ അബ്രിവേഷൻ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്താണ് സിംഗിൾ ഫോട്ടോൺ, എന്താണ് എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. ഓക്കെ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഓർ സ്പെക്ട്. ആൻഡ് എന്താണ് നെക്സ്റ്റ് വൺ പറയുന്നത് പോസിട്രോൺ അല്ലെ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി പെറ്റ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി ഓർ പെറ്റ് രണ്ട് രീതിയിലുള്ള സ്കാൻസ് ആണ് നടപ്പാക്കുന്നത്. ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഗ്രഹിച്ചു വെച്ചാൽ മതി അല്ലെ, ബൈഹാർട്ടൊന്നും പഠിച്ചു പോകേണ്ട കാര്യമില്ല. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ, ചെറിയ രീതിയിൽ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളെ കടത്തി വിട്ടിട്ട് ഇമേജസ് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ്. ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ അല്ലെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. തൈറോയിഡ് ക്യാൻസർ, ലിംഫോമസ്, ബോൺ പെയിൻ ക്യാൻസറുകളൊക്കെ, അത്തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളൊക്കെയാണോ എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള സ്കാനിങ്ങുകളൊക്കെ നടപ്പാക്കുന്നത്. രണ്ട് രീതിയിലുള്ള സ്കാനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. സിംഗിൾ എന്താണ് ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്പെക്ട് ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി പെറ്റ്. ക്ലിയറാണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയേരെ. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തേരെ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ടു ഡയഗ്നോസ് അല്ലെ, ഡയഗ്നോസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ കടത്തി വിട്ടുകൊണ്ട് ഡയഗ്നോസ് നടത്താനായിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ലെ, അതിനെയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം രണ്ട് രീതിയിലുള്ള സ്കാനിങ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി പെറ്റ്. ഓക്കെയല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓൺകോളജി. എന്താണ് ഓൺകോളജിയിൽ പറയുന്നത്? എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ഡീൽ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തുമായി ബന്ധപ്പെട്ട എന്ത് റിലേറ്റീവ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മെയിൻലി ഓർക്കേണ്ടത്. This department encourages and treats all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for cancers, tumors and blood disorders. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ക്യാൻസറുകൾ വരുമ്പോഴുണ്ടാകുന്ന ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമുക്ക് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ക്യാൻസറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓൺകോളജി വിഭാഗം. അവള് പറയുന്നുണ്ട് പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് chemotherapy treatment and radiotherapy for cancers, tumor and blood disorder അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ക്യാൻസറുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ബ്ലഡ് ക്യാൻസറും അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥ വരികയാണെങ്കിൽ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്. അത്തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഓൺകോളജി വിഭാഗത്തിലാണ്. This department is usually connected with all other departments as reference cannot be made when one department cannot diagnose the patient's problems.
അത് നമുക്കറിയാം, പൊതുവേ നമുക്കറിയാം ക്യാൻസറുകളൊക്കെ വളരെ നാളുകൾക്ക് ശേഷമാണ് കണ്ടെത്താൻ സാധിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ചെറിയ ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ഫിസിഷ്യനൊക്കെ സമീപിക്കുമ്പോൾ അവരെ ചിലപ്പോ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, നമ്മുടെ ഫിസിഷ്യൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. മറ്റേ ടൈമില് അവർ ഓരോരോ ലക്ഷണങ്ങൾ വെച്ച് ചികിത്സകളൊക്കെ നടത്തും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം അല്ലെ, ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി വിഭാഗങ്ങളൊക്കെ സമീപിക്കാനായിട്ട് റെഫർ ചെയ്യും. അവരൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവസാനമൊക്കെ ആയിരിക്കും ചിലപ്പോ ഇത് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണെന്ന് കണ്ടെത്തേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രവർത്തനം ക്യാൻസറുമായി ബന്ധപ്പെട്ട ഓൺകോളജി വിഭാഗത്തിൽ നടപ്പാക്കേണ്ടതായിട്ട് വരുന്നു. Doctors also carry out tumor removal procedures which are then sent for biopsy to verify whether the tumor is harmful or not. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ കേസ് റെഫർ ചെയ്യുന്ന അനുസരിച്ചിട്ട് ചിലപ്പോ ഡയഗ്നോസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അല്ലെ, അവിടെ കീമിയോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ഒക്കെ നടത്തുമെന്ന് പറഞ്ഞു. കീമിയോതെറാപ്പി നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിസിൻസ് കൊടുത്തുകൊണ്ട് അവരെ ക്യാൻസർ അല്ലെ അതുമായി ബന്ധപ്പെട്ട ചികിത്സ നിർവഹിക്കുന്ന ഒരു രീതിയാണ്. അതേമാതിരി തന്നെ റേഡിയേഷൻ കൊടുത്തുകൊണ്ടും ക്യാൻസർ ട്രീറ്റ്മെന്റ് നടപ്പാക്കാവുന്നതാണ്. അതായത് കുറച്ചും കൂടി മൂർധന്യാവസ്ഥയിൽ അപ്പോ ആകുമ്പോൾ കീമിയോതെറാപ്പിയിൽ നിന്ന് റേഡിയോതെറാപ്പിയിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഡോക്ടേഴ്സ് ഓൾസോ ക്യാരി ഔട്ട് tumor removal procedure which are then sent for biopsy to verify whether the tumor is harmful or not. ഈ പറഞ്ഞ ശരീരഭാഗങ്ങൾ അല്ലെ മുഴകളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ബയോപ്സിക്ക് അയക്കും. കാരണം ആ ബയോപ്സിക്ക് അയക്കുമ്പോഴാണ് ഇത് ഈ ട്യൂമർ ഇച്ചിരി കൂടി ഹാർംഫുൾ ആയിട്ടുള്ളതാണോ, സാധാരണ രീതിയിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. The field on oncology has 3 major areas. 3 ഏരിയാസുകളിലാണ് ഈ ഫീൽഡ് പ്രവർത്തിക്കുന്നത്, ഈ മേഖല പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി. അതായത് മെഡിക്കൽ ഓൺകോളജി എന്ന് പറയുമ്പോൾ നോക്കാം ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമിയോതെറാപ്പി. ഈ ട്രീറ്റ്മെന്റ് എല്ലാം നമുക്ക് മെഡിസിൻ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ കീമിയോതെറാപ്പി പോലെയുള്ള കുറച്ച് വീര്യം കൂടിയ മെഡിസിൻ ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകളൊക്കെയാണ് എങ്കിൽ അത് മെഡിക്കൽ ഓൺകോളജി വിഭാഗത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓൺകോളജി എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം അത് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് മെഡിക്കൽ ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി. മെഡിക്കൽ ഓൺകോളജിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി. കീമോതെറാപ്പി പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, അതായത് ഇച്ചിരി വീര്യം കൂടിയ മെഡിസിൻ ഒക്കെ കൊടുത്തുകൊണ്ട് ആ രോഗാവസ്ഥ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മെഡിസിൻ ഒക്കെ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെങ്കിൽ അത് മെഡിക്കൽ ഓൺകോളജിയാണ്. ഓക്കെ അല്ലേ? അത് നോട്ട് ചെയ്ത് പോവാ. 3 കാറ്റഗറി ഉണ്ടെന്നുള്ളത് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. ദ ഫീൽഡ് ഓൺകോളജി ഹാസ് 3 മേജർ കാറ്റഗറി. ഫസ്റ്റ് മെഡിക്കൽ ഓൺകോളജി, then second one surgical oncology, then third one radiation oncology. ഓക്കെ, അതില് മെഡിക്കൽ ഓൺകോളജിയിലാണെങ്കിലാണ് മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുത്ത് ചികിത്സാ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സർജിക്കൽ ഓൺകോളജി ആണെങ്കിലോ the surgical aspects of a cancer including biopsy and surgical resection of tumors. Okay, മുഴകളൊക്കെ നമുക്കറിയാം സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ബയോപ്സിക്കൊക്കെ അയച്ച് നടപടികളൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് സർജിക്കൽ ഓൺകോളജിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോവാൻ നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ ഓൺകോളജി. എന്താണ് റേഡിയേഷൻ ഓൺകോളജി നടക്കുന്നത്? റേഡിയേഷൻ തെറാപ്പി യൂസസ് എ കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ക്യാൻസർ സെൽസ്. ക്യാൻസറിന്റെ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ കരിയിപ്പിച്ച് കളയുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് റേഡിയേഷൻ ഓൺകോളജിയിൽ നടപ്പാക്കുന്നത്. അപ്പൊ 3 മേഖലകളായിട്ട് ഈ ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്ത് പോകാം. മെഡിസിൻ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? ഏത് മേഖലയായിട്ട് വരും? ആ ഏരിയ മെഡിക്കൽ ഓൺകോളജിയാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് അല്ലെ സർജറി കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണെങ്കിൽ, ഒരു ഏരിയ ആണെങ്കിൽ
എന്താണ് സർജിക്കൽ ഓൺകോളജി. ഓക്കെ, ലാസ്റ്റ് വണ്ണാണെങ്കിൽ നമുക്കറിയാം അത് കരിയിച്ച് കളയുന്ന അല്ലെ, ആ ചുമടൊക്കെ കരിയിച്ച് കളയുന്ന സംവിധാനമാണ് റേഡിയേഷൻ ഓൺകോളജിയിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഓൺകോളജി? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഓൺകോളജിയിൽ നടപ്പാക്കുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് റിക്വയർസ് ആൻഡ് ട്രീറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ക്യാൻസേഴ്സിനെയും ബ്ലഡ് ഡിസോർഡർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലഡ് ക്യാൻസറിലൊക്കെ അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം ഓൺകോളജി വിഭാഗത്തിലാണ്. 3 മേജർ ആയിട്ടുള്ള ഏരിയാസ് ആണുള്ളത്: മെഡിക്കൽ ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ഭാഗത്തേക്ക് പോകാലോ. അല്ലേ, നമ്മള് 2 കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞത്: ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് ഓൺകോളജി. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒഫ്താൽമോളജി. ഓക്കെ, എന്താണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഐസ് അല്ലെ. ഓക്കെ, ഐയുമായി ബന്ധപ്പെട്ട് കണ്ണുമായി ബന്ധപ്പെട്ട രോഗ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖല ഒഫ്താൽമോളജി. This department deal with the investigation and treatment of eye problems of adults and children. Okay, നമുക്കറിയാം അഡൽസിന്റെയും ചിൽഡ്രൻസിന്റെ ഒക്കെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന വിഭാഗമാണ് ഒഫ്താൽമോളജി. The services include general eye clinic appointments, laser treatments, then optometry, then orthoptist. Okay, അങ്ങനെ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഏത് വിഭാഗത്തിലാണ്? ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി ഇതുമായി ബന്ധപ്പെട്ട വരുന്നതാണ്. ഒഫ്താൽമോളജി എന്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്? കണ്ണുമായി ബന്ധപ്പെട്ടാണ്, മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റില് അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് ചെയ്തു പോകണമെന്നുള്ളത്. ജനറൽ അല്ലെ, ജനറൽ ഐ ക്ലിനിക് അതിന്റെ സർവീസ് വരുമ്പോൾ ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് സാധാരണയായിട്ട് നമുക്കറിയാം ഫുൾ ഓഫ് എക്സാമിനേഷൻ അല്ലെ, കണ്ണ് വേദന, കണ്ണിന് എന്തെങ്കിലും തടിപ്പോ അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെ, ജനറൽ ആയിട്ടായി കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിനെയാണ് സമീപിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. ലേസർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൈകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, അത് വിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ സ്പെക്സും കാര്യങ്ങളിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുന്നു തുടങ്ങി. കുറച്ചും കൂടി നൂതനമായിട്ടുള്ള ഒരു രീതിയൊക്കെ അവലംബിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒഫ്താൽമോളജിയാണ്. അപ്പൊ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ലഭ്യമാകുന്നതും ഒഫ്താൽമോളജിയിലാണ്. ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഇത് അല്ലെ വിഷൻസ് ഇങ്ങനെ എടുത്തു നോക്കും അല്ലെ, അവിടെ നമ്മൾക്ക് പറയുന്ന ഷോർട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് അറിയാം ഡ്യൂറേഷൻ ഒക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള അകലങ്ങളുണ്ട് അല്ലെ. ആ സ്പെസിഫിക് പ്ലേസിൽ തരുമ്പോൾ നമുക്കത് എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് വായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും അവരെ കണ്ണിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഒഫ്താൽമോളജിയിലാണ്, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവിടെയാണ്. ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും അതൊക്കെ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കാനായിട്ട് പറ്റും. അതായത് കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റീവ് പിശകുകളാണ് അവിടെ ലേസർ ട്രീറ്റ്മെന്റിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. അതായത് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റുകളൊക്കെ അല്ലെ നമുക്കറിയാം. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടികളൊക്കെ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ടൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതേമാതിരി തന്നെ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതി ഉപയോഗിച്ചിട്ട് കണ്ണടകൾ കോണ്ടാക്ട് ലെൻസുകൾക്കൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പോ നമുക്ക് കയ്യിൽ വെക്കാവുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരും യൂസ് ചെയ്തു പോകുന്നത് അല്ലെ. കോർണിയയോട് കൂട്ടിച്ചേർന്ന്
യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തു പോകുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓർത്തോപ്റ്റിസ്റ്റിസ് അല്ലെ, അവിടെ എന്താണ് അവര് ചെയ്യണേന്ന് നോക്കാം. Are the experts is diagnosing and treating defects in eye movement and problems with how the eye work together called binocular vision. ഓക്കെ, നമ്മള് പറയല് കോങ്കണ്ണ് എന്നൊക്കെ പറയുക, അതായത് ഇരട്ടക്കണ്ണ് എന്ന് വെച്ചാൽ ഇരട്ട ദൃശ്യ, ഒരു ഒരേപോലെ തന്നെ ചലിപ്പിക്കുന്ന ഒരു രീതി അല്ലെ, മൂവ്മെന്റ്. ആ ഒരു രീതി എന്താണ്? ഐ വർക്ക് ടുഗദർ, ഹൗ ടു ഐ, അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ വരാൻ സാധിക്കുന്നത്, അങ്ങനെയൊക്കെ രോഗലക്ഷണങ്ങൾ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റിസം അല്ലെ. അപ്പൊ അത്തരം വിഭാഗത്തിനെ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്തത്. അതായത് നമുക്കറിയാം ഒഫ്താൽമോളജി എന്ന് പറയുന്ന വിഭാഗം നേത്ര ചികിത്സാ വിഭാഗമാണ്. അതിൽ തന്നെ ജനറൽ ആയിട്ടുള്ള ഐ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളവർക്ക് ലേസർ ട്രീറ്റ്മെന്റ് വിഭാഗം അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് വിഷന്റെ വേരിയേഷൻസ് ഒക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭാഗമുണ്ട്. അതേമാതിരി തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഐ ട്യൂബ് വർക്ക് ടുഗദർ അല്ലെ, പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതില് പ്രധാനമായിട്ടും വരുന്ന പ്രോബ്ലംസ് വിത്ത് ഹൗ ദ ഐ വർക്ക് ടുഗദർ അല്ലെ, രണ്ടും ഒരേപോലെ ഒരേ ദൃഷ്ടിയിൽ തന്നെ കണ്ടുപോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് ഓർത്തോപ്റ്റിസ്റ്റിസ്. ഓക്കെ, അത് ബൈനോക്കുലർ വിഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ദ വേർഡ് orthoptic come from Greek words orthos, which means straight, then optikos, which means relating to sight. അതായത് രണ്ട് വേർഡിൽ നിന്നാണ് ഈ ഓർത്തോപ്റ്റിക് വന്നിരിക്കുന്നത്. അത് ഗ്രീക്ക് വേർഡാണ്. അത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് വേർഡായിട്ട് ഓർത്തോസും ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റിംഗും ആണ്. ഓർത്തോ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ്, നേരായ അല്ലെ, ആ ഒരു രീതിയാണ്. ദെൻ ഒപ്റ്റിക്കോസ് വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു സൈറ്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട സൈറ്റ്, നേരായ കാര്യവുമായി ബന്ധപ്പെട്ട സൈറ്റിൽ നിന്നാണ് ഈ ഒപ്റ്റിക്കോസിനെ മീൻ ചെയ്യുന്നത്. ആ രണ്ട് പേരുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. ദ വേർഡ് ഓർത്തോപ്റ്റിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓർത്തോസ് ആൻഡ് എന്താണ്? ഒപ്റ്റിക്കോസ്. ഓർത്തോസിന്റെ മെയിൻ ചെയ്യുന്നത് എന്താണ്? സ്ട്രെയിറ്റ്. then optikos എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സൈറ്റ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് വരാനില്ല. പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കണ്ണുമായി ബന്ധപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഒഫ്താൽമോളജിയാണ്. ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റും അല്ലെ, അതിന്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള വിഭാഗമുണ്ട്. നമുക്കറിയാം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കണ്ണിന്റെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗവും ഉണ്ടാവുക അല്ലെ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ, ഐ മീൻ ജനറൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ കണ്ണിന്റെ വിഭാഗമൊക്കെ കാണാം. പക്ഷെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ കണ്ണിന്റെ മാത്രം ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന് സെപ്പറേറ്റ് വിഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും കണ്ണിന് എന്താണോ പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തിനെ തന്നെ സമീപിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇവിടെ നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടെയുണ്ട്, നോക്കാം. ഒപ്താൽമിക് ഇമേജിംഗ് is the use of a specialist equipment to create detailed images to support the diagnosis and treatment of a range of eye conditions. ഓക്കെ, നമ്മുടെ ഐയുടെ കണ്ടീഷൻസ് അല്ലെ, അതിന്റെ ആ ഒരു എങ്ങനെയാണ് നമുക്കറിയാം, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അങ്ങനെ പലതരത്തിലുള്ള വക്രദൃഷ്ടി അല്ലെ, പലതരത്തിലുള്ള ദൃഷ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അല്ലെ, രോഗനിർണയം നടത്തണമെങ്കിൽ ഉള്ള ഒരു സ്പെഷ്യൽ എക്യുപ്മെന്റ്, അത് തീർച്ചയായിട്ടും അത് ഈ ഒപ്താൽമിക് ഇമേജിംഗ് രീതി. നമുക്കറിയാം എല്ലാത്തിനും ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഓൺകോളജിയിൽ തന്നെ പഠിച്ചിരുന്നു പെറ്റും സ്പെക്ടൊക്കെ. അതുപോലെ തന്നെ ഒപ്താൽമോളജിയിൽ നമുക്കറിയാം ഒപ്താൽമിക് ഇമേജിംഗ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ആണ്. ആ എക്യുപ്മെന്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ നമ്മുടെ
ദൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒപ്താൽമിക് ഇമേജിങ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒക്കെയാണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർത്തോപീഡിയാട്രിക്സ് ആണ്. ഓർത്തോപീഡിയാക്സിൽ എന്താ പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ എന്തിനെ കുറിച്ചിട്ടായിരിക്കും? ഓർത്തോ ഡോക്ടറെ കാണണം എന്നൊക്കെ റെഫർ ചെയ്യുന്നത്. ഓർത്തോ എന്തായിരിക്കും? അല്ലെ, എല്ലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മസിൽസ്, എല്ലുകള് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. This department handle problems that affect the musculoskeletal സിസ്റ്റം. അതായത് നമ്മുടെ മസ്കുലർ സ്കെലറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ അല്ലെ, നമ്മുടെ സ്കെലറ്റൻ ആയിട്ടുള്ള എല്ലുകളിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും അകൽച്ച വന്നാൽ തന്നെ, അല്ലെങ്കിൽ അത് അമർന്നു പോയാലും ഒക്കെ തന്നെ നമുക്കറിയാം പ്രശ്നങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ ഓർത്തോപീഡിയാക്സിലാണ് നമ്മൾ കാണേണ്ടത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്, മസിൽസ്, ടെൻഡേഴ്സ്, ലിഗമെന്റ്സ് ഓർ replacing bones like hip replacement, knee cap replacement. ഓക്കെ, അപ്പൊ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഒരുപാട് അല്ലെ, ടെൻഡോൺസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ആ ചലനങ്ങൾ, അതിന്റെ ഇടയിലൊക്കെ ഉള്ള ഇതുകള് അല്ലെ, മജ്ജകള്, അസ്ഥികള്, മസിലുകള് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഇതുകളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എക്സ്റേക്ക് എടുത്ത് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോ ഇതിന് പെട്ടൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചതവ് കുറച്ചുണ്ട്, അല്ലെങ്കിൽ മജ്ജയ്ക്ക് കൂടിച്ചേറൽ വന്നിട്ടുണ്ടാവും, ചിലതിന്റെ കകൽച്ച വന്നിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കേണ്ടത് ഓർത്തോപീഡിയാക്സിനെയാണ്. അവരിൽ നിന്നാണ് നമുക്ക് ചികിത്സാ സഹായങ്ങൾ ലഭ്യമാകുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ musculoskeletal system that includes treating bones, muscles, tendons, then the ligament or tendons, replacing bones like hip replacement and knee cap replacement. Hip replacement എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇടുപ്പ് അല്ലെ, ഇടുപ്പിലിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അതിന്റെ മാറ്റിവെക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ, അതല്ലെങ്കിൽ knee cap, മുട്ട് അല്ലെ, മുട്ടുകൾക്കൊക്കെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ, ചിരട്ടകൾക്കൊക്കെ അല്ലെ എന്തെങ്കിലും സാധാരണ ഭക്ഷ്യമൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ വിവാഹത്തിനെയാണ് സമീപിക്കേണ്ടത്. Other outpatient services also include treating fractures and dislocated joints. നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലും അല്ലെ എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകളോ ഒടിവുകളോ ഡിസ്ലൊക്കേറ്റഡ് അല്ലെ സ്ഥാനഭ്രംശങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ സമീപിക്കേണ്ടത് ഓർത്തോപീഡിയാക്സിനെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്തോ എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്കാം, എല്ലുകളും മസിലുകളും ജോയിന്റ്സുകളും അല്ലെ, അതിന്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സമീപിക്കേണ്ടത് ആ വിഭാഗത്തിനെയാണെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഏത് വിഭാഗത്തിനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് ഓർത്തോർത്ത് പോകാനായിട്ട് ശ്രമിക്കാം. പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി. എന്താണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി എന്ന് പറയുന്നത്? The Department of General Pediatrics provided comprehensive outpatient and inpatient care for sick infants and children. Okay, അപ്പൊ ചില ഇതിൽ കാണുമ്പോ അല്ലെ നമുക്കറിയാം കുറെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ, കുറെ വിഭാഗങ്ങളുണ്ട് എല്ലാത്തിലും. ഇപ്പൊ ഇവിടെ നമുക്കറിയാം the Department of General Pediatrics provide comprehensive outpatient and inpatient care for sick infant and children. നമുക്കറിയാം അസുഖം ബാധിച്ചിരിക്കുന്ന ചിൽഡ്രൻ കുട്ടികൾക്കൊക്കെ അവിടെ സമഗ്രമായിട്ടുള്ള അല്ലെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന വിഭാഗമാണ് ഔട്ട്പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും
അവരുടെ ചികിത്സാ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് വിഭാഗം അല്ലെങ്കിൽ അതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നിയോനറ്റോളജി ആണ്. എന്താണ് നിയോനറ്റോളജി എന്ന വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്നോട് നോക്കാം. നിയോനറ്റോളജി ഇസ് എ subspecialty of a pediatrics that provides medical care to the newborn child, especially the ill or premature newborn infant. അതായത് അല്ലെ മാസമെത്താതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അല്ലെ അവരുടെ ഡെലിവേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതേമാതിരി അതായത് പൂർണ്ണ വളർച്ചയൊന്നും പ്രാപിച്ചിട്ടുണ്ടാവില്ല. ന്യൂ ബോൺ അല്ലെ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് നമുക്കറിയാം കെയർഫുൾ ആയിട്ട് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സബ് വിഭാഗമാണ് എന്താണ് നിയോനറ്റോളജി വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിഭാഗമാണ്, അതിന്റെ ഒരു സബ് വിഭാഗമാണ് എന്താണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. അവിടെ ആ കുട്ടികൾക്ക് അല്ലെ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മാസം എത്താതെ അല്ലെ അതിന്റെ വളർച്ച കാര്യങ്ങളൊന്നും പൂർണ്ണമാകാത്ത കുട്ടികളുടെ ചികിത്സാ കാര്യങ്ങളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Then it is a hospital. ഓക്കെ ആണോ? നോട്ട് ചെയ്ത് പോയേരെ. അതാണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യലി ആൻഡ് ഈസ് യൂഷ്വലി പ്രാക്ടീസ്ഡ് ഇൻ നിയോനറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. NICU എന്ന് നോട്ട് ചെയ്യാം. NICU അല്ലെ നിയോനറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. It is hospital based specialty and is usually practiced in. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് പ്രീബോൺ ആയിട്ടുള്ള കുട്ടികൾ അല്ലെ അവിടെ നേരത്തെ കൂട്ടി പ്രീമേച്ചർ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഒരു കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആവശ്യമാണ്. അവരെ തീർച്ചയായിട്ടും NICU-ലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. കാരണം നമുക്കറിയാം ഇൻക്യുബേറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അവരെ വളർച്ച പ്രാപിക്കുന്നത് വരേക്കും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. സോ നമുക്കറിയാം അതിന് നല്ല കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയാണ് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യലി ആൻഡ് ഈസ് യൂഷ്വലി പ്രാക്ടീസ്ഡ് ഇൻ neonatal intensive care unit. And medical care is given to babies who are premature and low birth weight with intrauterine growth retardation birth defects. Then okay, നമുക്കറിയാം മിക്കവാറും ഈ നേരത്തെ കുട്ടി ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ് പ്രീമേച്ചർ ബോൺ ചെയ്യുന്ന കുട്ടികൾക്ക് എന്താ പ്രത്യേകത? അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ ഉണ്ടാവും അല്ലേ? ശരിയാണോ? ഉണ്ടാവോ? അങ്ങനെ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് ചിലപ്പോ വേണമെങ്കിൽ യഥാർത്ഥത്തില് ഹാല് എടുക്കാനും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫീഡിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റില്ല. ചിലപ്പോ വേണമെങ്കിൽ എപ്പോഴും ക്ഷീണം തളർച്ചയൊക്കെ ആയിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലെ. നല്ല രീതിയിൽ അവരെ കരയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നില്ല. സോ അവർക്ക് നല്ലൊരു കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിങ് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പറയാണ് മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ബേബീസ് ഹു ആർ പ്രീമേച്ചർ ആയിട്ട് ലോ ബർത്ത് വെയിറ്റ്, അവരുടെ വെയിറ്റ് എപ്പോഴും കുറവൊക്കെ ആയിരിക്കും. വിത്ത് ഇൻട്രാറ്റ്യൂറിയൻ അല്ലെ അവിടെ പറയുന്നതാണ് ഇൻട്രാറ്റ്യൂറിയൻ ഗ്രോത്ത് ട്രഡീഷൻ എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് ശരിക്കും ആ ഇൻക്യുബേറ്ററിൽ കിടത്തി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അവരെ അല്ലെ സാധാരണ രീതിയിൽ NICU-ൽ നിന്ന് മാറ്റുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് ആ ടൈമില് നല്ല കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് അവിടെ ആവശ്യമാണ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോ എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം NICU-ലെ ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് യൂസബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് പീഡിയാട്രിക് സർജറി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ സർജിക്കൽ കണ്ടീഷൻസ് ഫ്രം ബർത്ത് ടു ദ ഏജ് ഓഫ് 15 years. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ഏജ് മീൻസ് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അത് ഞാൻ പറഞ്ഞ മാതിരി ബേബി ആയിട്ടുള്ള കുട്ടികളല്ല, നവജാത ശിശുക്കളൊന്നും അല്ല, അല്ലാത്ത 15 വയസ്സിന് താഴെയുള്ള കുട്ടികളേക്ക് അവരുടെ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പീഡിയാട്രിക് സർജറി വിഭാഗത്തിലാണ്. സർജറി എന്ന് പറയുമ്പോൾ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെ നമുക്കറിയാം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ സർജറിക്ക് ആവശ്യമായിട്ട് വരും.
അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പീഡിയാട്രിക് വിഭാഗത്തിലാണ്. ഓക്കെ അല്ലേ? പീഡിയാട്രിക് എന്താണെന്നും നെനറ്റോളജി എന്താണെന്നും ക്ലിയർ അല്ലേ? ഈ ഏജ് ഒന്നാമത്തെ വെക്കുക. 15 ഇയേഴ്സിനേക്കാൾ താഴെയുള്ളവരെയാണ് പീഡിയാട്രിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. നെനറ്റോളജി വിഭാഗം എന്ന് പറയുന്നത് നവജാത ന്യൂ ബോൺ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് നെനറ്റോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? NICU അത് നോട്ട് ചെയ്ത് പോവുക. നെനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുവരെയും? ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുള്ളൂ. ജസ്റ്റ് അത് നോട്ട് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെയാണോ? ഓക്കെ. നമുക്കൊരു 3-4 വിഭാഗം കൂടി നോക്കാനുള്ളൂ. അല്ലെ, സൈക്കാട്രി വിഭാഗമാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സൈക്കാട്രി വിഭാഗത്തിനെ നമുക്കറിയാം, അതും ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. സൈക്കാട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbances. ഓക്കെ, നമുക്കറിയാം സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേഴ്സണിന് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം വൈകല്യം നിറഞ്ഞൊരു സ്വഭാവ രീതികളൊക്കെ ആയിരിക്കും അല്ലെ സൈക്കാട്രി അങ്ങനെയുള്ള പേഴ്സൺസിനൊക്കെ ആയിരിക്കും സൈക്കാട്രി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരിക. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ തന്നെയാണ്. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയാൻ കാരണം, സാധാരണ രീതിയിലുള്ള ഇമോഷണൽ ആയിരിക്കില്ല അവർക്ക് പ്രകടമാക്കുന്നത് അല്ലെ, വൈകാരികത വ്യത്യസ്തമായിരിക്കും, അവരെ പെരുമാറ്റ രീതിയിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കോഗ്നിറ്റീവ് ആയിട്ടുള്ള രീതികളായിരിക്കില്ല വ്യക്തികളിൽ നിന്ന് അനുഭവപ്പെടുന്നത്. സോ അത്തരത്തിലുള്ള വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്ന വിഭാഗമാണ് സൈക്കാട്രി വിഭാഗം എന്ന് പറയുന്നത്. സൈക്കാട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് അല്ലെ, ഏത് തരത്തിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള റിഫ്ലാക്ഷൻ ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രോഗനിർണയം നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് സൈക്കാട്രി വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിലും സൈക്കാട്രി വിഭാഗമൊക്കെ ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവോ? എല്ലാ ഹോസ്പിറ്റലിലും സൈക്കാട്രി വിഭാഗമൊക്കെ ഉണ്ടാവോ? കുറച്ച് രോഗലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും, ഇല്ല അല്ലെ, കുറച്ച് രോഗലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും അവര് ഒരു സൈക്കാട്രീനൊക്കെ കാണിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചേഞ്ച് ആയിട്ടുള്ള ഡിസീസസ് ആണ് അല്ലെ. This department deals with investigating and treating patients with a wide range of mental illness and disorders. ഓക്കെ, മാനസികമായിട്ട് ഉള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അല്ലെ, വൈകല്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, അതിന്റെ വ്യക്തമായ പരിശോധന കാര്യങ്ങളൊക്കെയാണ് ഈ വിഭാഗത്തിൽ നിർവഹിക്കുന്നത്. സർവീസ് ഇൻക്ലൂഡ്, ഇതിൽ വരുന്ന കുറച്ച് സർവീസുകൾ പറയുകയാണ്. പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സൈക്കാട്രി വിഭാഗം ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ് അല്ലെ. നല്ല രീതിയിൽ അവർക്ക് വലിയ ചിലപ്പോൾ പറയാൻ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പഠിക്കാനോ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുമ്പോഴോ അല്ലെ, പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നാച്ചുറലി ഒരു പരിധി വരെ കൗൺസിലിംഗ് നടത്തിയിട്ട് നല്ല രീതിയിൽ പരസ്പരം നമ്മളെ ആശയവിനിമയങ്ങളൊക്കെ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, ആ മാനസിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ്ലി ആ ഒരു സർവീസാണ് സൈക്കാട്രി വിഭാഗത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു സർവീസാണ് പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്കാട്രിക് ഇൽനെസ് അല്ലെ, സൈക്കാട്രിക് ആയിട്ടുള്ള ഈ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രോഗനിർണയം, പരിശോധനയും ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ഈ സൈക്കാട്രിക് വിഭാഗത്തിൽ നടപ്പാക്കുന്നത്. കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൽനെസിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടപ്പാക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടക്ടിങ് IQ ടെസ്റ്റ്. എന്താണ് IQ ടെസ്റ്റ് എന്ന് പറയുന്നത്?
ഓക്കെ, ഇന്റലിജൻസ് അല്ലെ, ബുദ്ധിപൂർവമായിട്ട് എത്രത്തോളമാണ് അവര് റിയാക്ട് ചെയ്യുന്നത് അല്ലെ, ഇന്റലിജൻസ് ക്വാണ്ടിറ്റി കണ്ടന്റ് അവരുടെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ അവർക്ക് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെ അവരുടെ മാനസിക നിലയ്ക്ക് അല്ലെ അതിലേക്ക് ലയിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി മൈൻഡ് കളക്കുന്നതാണ് കണ്ടക്ടിങ് IQ ടെസ്റ്റ്. അതേമാതിരി തന്നെ ഡി അഡിക്ഷൻ സർവീസ്. ഓക്കെ, നമുക്കറിയാം ഡി അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ മാനസിക നിലകളൊക്കെ തെറ്റാനായിട്ട് സാധ്യതകൾ വരുന്നത് അല്ലെ. മിക്കവാറും ഈ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്താണ്, നമ്മുടെ അമിതമായിട്ടുള്ള ഡ്രഗ് അഡിക്ട്സ് അല്ലെ, മയക്കുമരുന്നുകളുടെ ഒക്കെ ഉപയോഗങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യാദ്യം കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തും. അതിനപ്പുറം ഈ ഡി അഡിക്ഷൻ അല്ലെ, ഇതിൽ നിന്ന് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് ഈ ഒരു അതിനോട് ഏറ്റവും കൂടുതലുള്ള ആ ഒരു ആഗ്രഹത്തിനെ നശിപ്പിച്ച് കളയുന്ന സർവീസ് അല്ലെ, ആ ഒരു രീതി അവലംബിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫെസിലിറ്റി കൂടി സൈക്കാട്രി വിഭാഗം പ്രദാനം ചെയ്യുന്നു. അപ്പൊ സൈക്കാട്രി ട്രീറ്റ്മെന്റിൽ നമുക്കറിയാം മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും ട്രീറ്റ്മെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ അവൈലബിൾ ആകുന്നത്. ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സൈക്കാട്രി എന്ന് പറയുന്നത്? സൈക്കാട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ ബിഹേവിയർ ഓർ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് ഇപ്പൊ കണ്ടക്ടിങ് IQ ടെസ്റ്റ് അത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട ഇതിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ്, ചികിത്സാ സമ്പ്രദായമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, അത് സൈക്കാട്രി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെ ഒരു വിഭാഗമാണ്. അവിടെയാണ് കൂടുതലായിട്ടും IQ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് സൈക്കാട്രി എന്നുള്ളത്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോവുക ഓരോ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ. ഇതിൽ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് പൾമനോളജിയാണ്. പൾമനോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുമായി റിലേറ്റ് ചെയ്യുന്നതായിരിക്കും ബ്രീത്ത് അല്ലെ, നമ്മുടെ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി. ഓക്കെ, നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡീല് ചെയ്യുന്ന വിഭാഗമാണ്. നമുക്കറിയാം ശ്വാസമുട്ട്, ശ്വാസതടസ്സം അല്ലെ, കൂടുതൽ കിടപ്പോടുകൂടിയ ശ്വാസം എടുക്കൽ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവര് പൾമനോളജി വിഭാഗത്തിനാണ് ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്നത്. പൾമനോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി that deals with the diagnosis and treatment of diseases of the lungs or respiratory system. നമ്മുടെ ലങ്സിന്റെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് നടപ്പാക്കുന്നത് പൾമനോളജി വിഭാഗത്തിലാണ്. It is also known as respirology, respiratory medicine or chest medicine. Okay, കാരണം നമുക്കറിയാം ചെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ശ്വാസം എടുക്കാനും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിൽ അറിയപ്പെടാവുന്നതാണ്. ആ ഒരു പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. എന്തൊക്കെ പേരില് പൾമനോളജി വിഭാഗത്തിനെ അറിയപ്പെടാം? എന്താണ്? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. ഓക്കെ, അത് എല്ലാം അറിയപ്പെടുന്നത് പൾമനോളജി വിഭാഗത്തിനെയാണ്. Then it deals with the common diseases like allergy, bronchitis, then lung cancer, etc. Okay, നമുക്കറിയാം ഒരുപാട് പേർക്കൊക്കെ അലർജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും അല്ലെ. അലർജി എന്ന് പറയുമ്പോൾ എപ്പോഴും മൂലം അല്ലെ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ചിലവർക്കൊക്കെ തണുപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അങ്ങനെയുള്ള സമയങ്ങളിൽ ബ്രോങ്കിയൽ ക്യാൻസർ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാൻസർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ then pulmonologists are specially trained in diseases and conditions of the chest. Okay, അവിടെ തീർച്ചയായിട്ടും പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ചെസ്റ്റിന് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നുണ്ടോ, പർട്ടിക്കുലർലി എന്തെങ്കിലും ന്യൂമോണിയ പോലെയുള്ള, ആസ്മ പോലെയുള്ള അല്ലെ, നമുക്കറിയാം ചെറിയ ചെറിയ പനിയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫിസിഷ്യനെ കണ്ട് അവിടെ നാച്ചുറലി അത് ചിലപ്പോൾ മെഡിസിൻ കൊണ്ടൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ പോകും. ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യന്റ് ഒക്കെ ആയിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പോകും.
അതിനപ്പുറം കുറച്ചും കൂടിയും അത് കഠിനമാകുമ്പോഴല്ലേ, ഇച്ചിരി കൂടി ന്യൂമോണിയ തലത്തിലേക്ക് അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ, ആസ്മയൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പൾമനോളജിനെ കാണാൻ, അല്ലെ, ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ടായിരിക്കും അവര് റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്യൂബർക്ലോസിസ്, ക്ഷയരോഗങ്ങള്, ആസ്മ പോലെയുള്ള അസുഖങ്ങള്, ന്യൂമോണിയ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏത് വിഭാഗത്തിനെയാണ് സ്പെഷ്യലൈസ് ചെയ്ത് കാണാൻ പറയുന്നത്? ഏത് വിഭാഗത്തിനെയാണ്? ഏത് വിഭാഗമാണ് നമ്മൾ പഠിച്ചു പോകുന്ന? ഏത് വിഭാഗമാണ്? ആരെയാണ് റെഫർ ചെയ്യാൻ പറയുന്നത്, അവരെ കാണണം എന്ന് പറയുന്നത്? ഡോക്ടേഴ്സ് പറയും, അല്ലെ, ഫിസിഷ്യൻസ് ഏത് ഡോക്ടറിനാണ് റെഫർ ചെയ്യുക? പൾമനോളജിസ്റ്റിനെ കാണാനായിട്ട് റെഫർ ചെയ്യും, അല്ലെ. അവര് തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഡോക്ടേഴ്സിനെ പോയി തീർച്ചയായിട്ടും പൾമനോളജിസ്റ്റിനെ കാണാനായിട്ടായിരിക്കും പറയുന്നത്. ദെൻ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള ചികിത്സ കാര്യങ്ങൾ കുറച്ചും കൂടി, അതായത് ഇച്ചിരി ഡീപ്പായി വരുമ്പോഴല്ലേ, നാച്ചുറലി നമുക്ക് ബ്രീത്ത് ഇൻഫെക്ഷനും അല്ലെങ്കിൽ ഒരു പനിയുമായി ബന്ധപ്പെട്ടുള്ള ചുമ, അല്ലെ, ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫിസിഷ്യനെ തന്നെ കാണുള്ളൂ. അത് ഇച്ചിരി കൂടി കഠിനമായി കഴിയുമ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ആസ്മയിലേക്കോ ന്യൂമോണിയയിലേക്കോ അല്ലെങ്കിൽ ക്ഷയരോഗത്തിന്റെയൊക്കെ അല്ലെ, അത് തീർച്ചയായിട്ടും നമുക്കറിയാം പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി കഴിയുമ്പോഴാണ് അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണണമെന്ന് റെഫർ ചെയ്യും. ദെൻ അപ്പം പൾമനോളജിനെ ഡോക്ടറെ, അല്ലെ, പൾമനോളജിസ്റ്റിനെ കാണേണ്ടതായിട്ടാണ് വരിക, അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ വിഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഓക്കെ, പൾമനോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, പൾമനോളജി is the medical specialty that deals with the diagnosis and treatment of diseases of the lungs or the respiratory system. നമ്മുടെ ശ്വാസം എടുക്കുകയും അത്, അല്ലെ, നമുക്കറിയാം ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തൊക്കെ വിടുകയും ചെയ്യുന്ന സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ എന്തെങ്കിലും, അല്ലെ, പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. അത് മൊത്തത്തിൽ ഡീൽ ചെയ്യുന്നത് പൾമനോളജിസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് 2 ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിൽ ലാസ്റ്റ് എന്താണ്, പ്ലാസ്റ്റിക് സർജറിയും പിന്നെ യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. പ്ലാസ്റ്റിക് സർജറി കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോണേന് സ്പീഡ് കൂടുതലുണ്ടോ? ജസ്റ്റ് ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് ഓരോന്ന് അറിഞ്ഞു പോവുക. ഇത് വിഭാഗത്തിനെയാണ് കാണുന്നത്, എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഈ വിഭാഗം എന്തിനെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓങ്കോളജി ഒക്കെ ആണെങ്കിൽ അതിന്റെ മേജർ ഏരിയാസ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് അല്ലെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ചെറിയൊരു അവയർനെസ് ആവശ്യമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, പ്ലാസ്റ്റിക് സർജറിയാണ്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഇപ്പൊ കുറച്ചും കൂടി നല്ലൊരു, അല്ലെ, ഏരിയ ആണ്. കുറച്ചും കൂടി കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, അത് നല്ലൊരു ഡെവലപ്പ് ആയിട്ടുള്ള, ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തില് ഏറ്റവും, അല്ലെ, കൂടുതലായിട്ട് ഇപ്പൊ എന്താ പറയുക, ഈ ട്രീറ്റ്മെന്റിന്റെ പ്രാധാന്യം കൂടിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറി നോക്കാം, ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ that focuses on a surgical repair of defects of a form or functions of any of the human body. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ, അല്ലെ, നമുക്കറിയാം ഒരു ആകൃതി ഉണ്ട്, അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക്. അല്ലെ, ഏതെങ്കിലും വൈകൃത്യങ്ങൾ വന്നു ചേർന്ന നമുക്കറിയാം അത് പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് സാധാരണ രീതിയിലേക്ക് ആക്കാം, അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആകൃതിയില് വേരിയേഷൻസ് മുഖത്തിലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കറിയാം, എസ്പെഷ്യലി എല്ലാവരും തന്നെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് മുഖത്തിന്റെ ആ ഒരു വൈകൃത്യങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ മുറിഞ്ഞ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുണ്ട്, ചുണ്ട്, അല്ലെ, എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ഡിഫക്ട്സുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിയുടെ ആ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും അവയവങ്ങളുടെ ഡിഫക്ട്സുകളെ റിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെ, അത് സർജിക്കൽ റിപ്പയർമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി വിഭാഗം എന്ന് പറയുന്നത്.
Then this specialty is further classified into two sub-specialties. ഈ പ്ലാസ്റ്റിക് സർജറിനെ രണ്ട് ഉപവിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി. ഓക്കെ, എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്? കറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്ഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം നിർവഹിക്കുന്ന വിഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. സ്വാഭാവികമായിട്ടും ചിലത് നിർവഹിക്കേണ്ടതായിട്ട് വരും അവിടെ മാന്യമായിട്ട് എല്ലാവരെ പോലെ നടക്കണമെങ്കിലൊക്കെ ചെറിയ രീതിയിൽ ഈ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ നിറഞ്ഞ വ്യക്തികളൊക്കെയാണ് നിർവഹിക്കേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിനെയാണ് സമീപിക്കുക. അതേമാതിരി തന്നെ കോസ്മെറ്റിക് സർജറി ഉണ്ട്. അത് പ്രധാനമായിട്ടും എന്താണ് ഡീൽ ചെയ്യുന്നത്? എൻഹാൻസ് ദ അപ്പിയറൻസ് ഓഫ് ദ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. കുറച്ചും കൂടി അപ്പിയറൻസ് നല്ല രീതിയിൽ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് ശാരീരികമായിട്ടുള്ള വടിവും ചുളിവും എല്ലാം നമുക്ക് വേരിയേഷൻസ് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ബ്യൂട്ടി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിഭാഗമാണ് കോസ്മെറ്റിക് സർജറി വിഭാഗം എന്ന് പറയുന്നത്. മെഡിക്കൽ സർജറി പ്രൊസീജിയേഴ്സ് എല്ലാം അവിടെയും നിർവഹിക്കുന്നുണ്ട് കോസ്മെറ്റിക് സർജറി വിഭാഗത്തിൽ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഫോക്കസ് ചെയ്യുന്നത് സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്ട്സുകൾ എന്തെങ്കിലുമൊക്കെ രൂപഭംഗിക്ക് വേണമെങ്കിൽ അതല്ല അതിന്റെ തന്നെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലാണ് പ്ലാസ്റ്റിക് സർജറിയെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്മെറ്റിക് സർജറിയാണ്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്താണ് ഡീൽ ചെയ്യുന്നത്? കോമൺ ആയിട്ട് അത് ഡീൽ ചെയ്യുന്നത് എന്താണ്? കറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ് എന്തെങ്കിലും ഫങ്ഷണൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫക്ട്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വൈകല്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള ആകൃതി വൈകല്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സർജറി വിഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്കറിയാം അപ്പിയറൻസ് ബോഡിയുടെ അപ്പിയറൻസിന് ഇച്ചിരി കൂടി വേരിയേഷൻസ് വരുത്താനായിട്ട് വരുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി വിഭാഗമാണ്. ഓക്കെ ആണോ? ഓക്കെ, നമ്മളിന്ന് പഠിച്ചു പോയത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഉണ്ട്, യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അത് സ്പീഡിൽ എടുത്ത് പോകണ്ട, എന്തായാലും നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. അപ്പൊ ഇന്ന് എടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. എന്താണ്? ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങിയാണ് എടുത്തത് ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. എന്താണ് അതില് പ്രധാനമായിട്ടും പറഞ്ഞത്? എന്താണ് പ്രധാനമായിട്ടും ചെറിയ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കടത്തിവിട്ട് ഇമേജുകൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ന്യൂക്ലിയർ മെഡിസിന് രണ്ട് രീതിയിലുള്ള സ്കാനിങ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ഏതൊക്കെ ടോമോഗ്രഫി ആണുള്ളത്? ഷോർട്ട് ഫോം നോട്ട് ചെയ്താലും മതി. ഇതാണ് സ്പെക്ട് ആൻഡ് പെറ്റ്. സ്പെക്ട് ആൻഡ് പെറ്റ് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത്. കുറച്ച് കാര്യങ്ങളെ നമ്മൾ ക്യാച്ച് ചെയ്യാനുള്ളത്, പക്ഷെ അത് കൃത്യമായിട്ട് തന്നെ ക്യാച്ച് ചെയ്യണം. കാരണം നാച്ചുറലി എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നും ആയിരിക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. സ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ദെൻ പെറ്റ് എന്ന് പറയുന്നത് പോസിറ്റോൺ എമിഷൻ ടോമോഗ്രഫി. ഓക്കെ, അബ്രിവേഷൻ എപ്പോഴും തന്നിട്ട് എക്സ്പാൻഡഡ് ഫോം വേരിയേഷൻസ് കാണിക്കാറുണ്ട്. സോ കൃത്യമായിട്ടുള്ള എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ ഓൺകോളജി വിഭാഗം എന്തുമായ ഡീൽ ചെയ്യുന്നതാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെഡിക്കൽ ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി എന്ന 3 തരത്തിലുള്ള ഏരിയാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. മെഡിസിൻ ആയി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കീമിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അത് മെഡിക്കൽ ഓൺകോളജിയാണ്. സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബയോപ്സിക്കൊക്കെ അയച്ച് സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്
സർജിക്കൽ ഓൺകോളജി റേഡിയേഷൻ ഓൺകോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കരിയിച്ച് കളയുന്ന പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തിനെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സമയം കൂടിയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. NICU ഇതൊക്കെ ഷോർട്ട് ഫോം ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. കുറേശ്ശെ ഉള്ളെങ്കിലും അതിലുള്ള കണ്ടന്റ്സുകൾ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് എടുക്കാം. താങ്ക് യു.